ഹരിനാമ കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിലെ അവസാന ഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ജീവ ബ്രഹ്മ ഐക്യം, അതിലൂടെ മോക്ഷം, അതാണ് വേദാന്ത ശാസ്ത്രങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ജീവബ്രഹ്മ ഐക്യത്തിലൂടെ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളതിന് മുമ്പ് എന്താണ് അറിയേണ്ടത്? ജീവൻ എന്താണെന്ന് അറിയണം, ബ്രഹ്മം എന്താണെന്ന് അറിയണം, ജീവനും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം. അത് നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. അതായത് ഓങ്കാരം മൂന്നായി പിരിഞ്ഞെന്നും അഹങ്കാര രൂപത്തിൽ ജീവനുകൾ ഉണ്ടായെന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ സിദ്ധാന്ത രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണ്? ഈ സിദ്ധാന്തങ്ങളെല്ലാം നമുക്ക്, അതായത് ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അതൊക്കെ നമ്മൾ സിദ്ധാന്തങ്ങൾ ഒരുപാട് പഠിക്കും. ഈ സിദ്ധാന്തങ്ങൾ എന്നിട്ട് എന്താണ്, അത് കറക്റ്റ് ആണോ എന്ന് അറിയാനാണ് നമ്മൾ ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റുകൾ ചെയ്യും അല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇപ്പം ഈ പറഞ്ഞ ജീവനും ബ്രഹ്മവും എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇനി അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ആ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ലാബിൽ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടാണ് ബോധം വരൽ. ആ ബോധമാണ് നമ്മൾക്ക് ഇവിടെ ഈ പരീക്ഷണത്തിലൂടെ കിട്ടുന്ന റിസൾട്ട്. ഇനി ഈ ബോധം നമ്മൾക്ക് വരണമെങ്കിൽ എന്തു വേണം? സാക്ഷാൽ ബ്രഹ്മനിഷ്ഠനായ സത്യസ്വരൂപനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഗൈഡൻസും ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ബോധം വരുള്ളൂ. ആ ബോധം വരുത്തുവതിന് ആരാണ്? അതാണ് ഇവിടെ ലാസ്റ്റ് പറയുന്നത്. ഭഗവാനാണ് ആ ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ. സാക്ഷാൽ ഹരിയാണ് നമുക്ക് ആ ബോധം വരുത്തി തരുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എനിക്ക് റിലേറ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ എല്ലാവരും ശരത് ഹരിദാസ് സാറിൻ്റെ വീഡിയോസ്, പ്രഭാഷണങ്ങളൊക്കെ കാണുന്നവരായിരിക്കും മിക്കവാറും. അപ്പോൾ സാർ എല്ലാ പ്രഭാഷണത്തിന് മുന്നിലും ഭഗവാനോട് ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന്. അതായത് നാരായണ അഖില ഗുരുവായിട്ടുള്ള ആ നാരായണനെയാണ് സ്മരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ശ്ലോകവും അത് നമുക്ക് വളരെ റിലേറ്റഡ് ആണ് അല്ലേ? ഒരിക്കൽ കൂടി പറയാണ്. എന്താണ്? പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ. ബോധം വരുത്തുവതിന്, അതായത് ആ ബോധം വരുത്തുവാനുള്ള ആചാര്യന് നമസ്കാരം. അതാണ് ഇവിടെ ഹരിനാമ കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്തു കൂടിയുള്ള വ്യാഖ്യാനം. അടുത്ത തവണ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. എല്ലാവർക്കും കർക്കിടക മാസ ആശംസകൾ, രാമായണ മാസ പുണ്യ ആശംസകൾ. കാരണം എല്ലാവരും ഇപ്പോൾ രാമായണം വായനയിലൊക്കെ ആയിരിക്കും. അപ്പോൾ രാമായണം വായിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിനിപ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓരോ കാണ്ഡങ്ങളും അതിൽ ഓരോ സർഗങ്ങളും ഓരോ പർപ്പസിനുള്ളതാണ്. നമ്മളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് വായിക്കാം. നോർമലി നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം മുഴുവൻ വായിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ. താങ്ക് യു.